यहाँ रहने का अधिकार किसे है, इंसानों को या हाथियों को? यह सवाल केरल में इडुक्की जिले की चिन्नकनाल और शांतनपारा पहाड़ियों में करीब 2.5 दशक से गूंज रहा है। साल 2002 में तत्कालीन मुख्यमंत्री ए.के. एंटनी की अगुवाई वाली यूडीएफ सरकार ने चिन्नकनाल में भूमिहीन और विस्थापित आदिवासी परिवारों को 1-1 एकड़ जमीन दी, जिससे 301 कॉलोनी बनी। बाद में इस फैसले की कड़ी आलोचना हुई, क्योंकि ये इलाका हाथियों का प्राकृतिक आवास माना जाता था। अब ये विवाद चरम पर है। स्थानीय कांग्रेस नेताओं का कहना है कि 301 कॉलोनी बसाना गलती थी। इस दलील से आदिवासियों को बेदखल होने का खतरा महसूस हो रहा है। മുഖ്യമന്ത്രിയായ സന്ദർഭത്തിലാണ് അവിടെ ആളുകളെ ഒരേക്കർ വെച്ചിട്ട് 301 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശയുടെ പേരിൽ ഉണ്ടായ തീരുമാനമാണ്. അവരുടെ കുരുട്ടുബുദ്ധിയിൽ ഉദിച്ച ഒരു വിഷയമായിരുന്നു 301 കൊള്ളി. സ്ഥിരമായി ആന താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഈ ആളുകളെ താമസിക്കാനായിട്ട് കോളനൈസേഷൻ സ്കീം വെച്ചിട്ട് കൊടുത്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഈ ആന അവിടെ നിന്ന് ഇറങ്ങി ആനയ്ക്ക് താമസിക്കാനുള്ള സ്ഥിരതാമസം മാറിക്കഴിഞ്ഞ് ഇങ്ങോട്ട് മാറുന്നു. സ്വാഭാവികമായും ആന പിന്നെ കണ്ടതിലെല്ലാം കയറി പോകാൻ തുടങ്ങുന്നു. അന്നത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റിദ്ധാരണയുടെ ഫലമാണ് അന്ന് 301 കോളനി ആന സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന വാസസ്ഥലം മാറ്റിയിട്ട് അവർക്കത് കൊടുക്കാൻ കാരണമായത്. स्थानीय समुदायों के नेताओं और यहाँ रहने वालों का कहना है कि उन्हें उस जमीन से बेदखल करना नाइंसाफी होगा, जहाँ 2 दशक से ज्यादा समय से उनका बसेरा है। वे चाहते हैं कि उनके बजाय हाथियों को दूसरी जगह भेजा जाए। उनका तर्क है कि सैकड़ों आदिवासी परिवारों के मुकाबले हाथियों को विस्थापित करना ज्यादा किफायती होगा। അന്ന് 26 വർഷത്തിന് മുമ്പ് സർക്കാരാണ് ഞങ്ങൾക്ക് സ്ഥലം നൽകിയത്. അപ്പോൾ സർക്കാർ തന്നെ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് സർക്കാർ തന്നെ അത് ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നേതാക്കന്മാർക്ക് വല്ലതും പറയാം. ഞങ്ങൾ 26 വർഷമായിട്ട് ഇവിടെ താമസിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ആരും മാറാനായിട്ടുള്ള തയ്യാറല്ല. കാരണം ഇപ്പോൾ ഈ പഞ്ചായത്തിലിപ്പോൾ ഈ 300 വീട്ടുകാരെ മാറ്റണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. അതൊക്കെ അവർക്ക് 19 ആനയെ മാറ്റാം. ആനയെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഒരു 3 പഞ്ചായത്തുകാർക്ക് ഈ 19 ആനയെ മാറ്റിയ 3 പഞ്ചായത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ടിലാകും. പക്ഷേ ഇവിടെ നിന്ന് 300 കുടുംബത്തെ മാറ്റണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്, ഒത്തിരി ചിലവുകൾ കൂടുതൽ. ആ ചിലവിൽ ഈ 19 ആനയെ മാറ്റാം. ആനയെ മാറ്റി കഴിഞ്ഞാൽ 4 പഞ്ചായത്തുകാർക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാം. वे 301 कॉलोनी पर खास ध्यान देने की भी मांग कर रहे हैं। उनका आरोप है कि इस इलाके में कई बस्तियां हैं, इसके बावजूद सिर्फ इसी कॉलोनी को निशाना बनाया जा रहा है और इसे इंसानों और हाथियों के बीच टकराव के लिए जिम्मेदार ठहराया जा रहा है। उनकी नाराजगी खासकर उन रिसोर्ट्स और कमर्शियल जगहों से है जिनके बारे में उनका आरोप है कि उन्हें जंगल की जमीन पर गैर कानूनी कब्जा करके बनाया गया है और वे हाथियों के पारंपरिक रास्तों में रुकावट डाल रहे हैं। എവിടെ ആന അടിച്ച് ഒരു മനുഷ്യൻ മരിക്കുകയോ അല്ലെങ്കിൽ ആന ഓടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 301 കോളനി തന്നിട്ടാണെന്നാണ് ഇവിടെയുള്ള നേതാക്കന്മാർ പറയുന്നത്. ഇവിടെ ആന അടിച്ച് കൊല്ലണത് ഞങ്ങളുടെ 301 കൊടുത്തിട്ടല്ല. ഈ 301 മാത്രം ഇറക്കി വിടണം, ഇവിടെ 301 ഇറക്കണമെന്ന് പറയുന്നുണ്ട്. ഈ മോൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കയ്യേറ്റക്കാരുണ്ട്. ടെന്റുകൾ പണത്, റിസോർട്ട് പണത് താമസിക്കണം. അവർ ഫെൻസിങ് ഇതെല്ലാം ഇട്ടിട്ട് ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ 301 മാത്രമായിട്ട് എങ്ങനെയാ സാറേ ഇതിങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്? ഈ കാണാവുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കയ്യേറിയിട്ടുണ്ട്. ഈ കയ്യേറ്റക്കാരെ തന്നെ ഈ പാർട്ടിക്കാർക്ക് ആർക്കും കാണത്തില്ല. ആനത്താരെ കൊണ്ടല്ല ഇവരൊക്കെ ഓരോ റിസോർട്ടുകളും പണത്, കെട്ടിടങ്ങളും പണത് വെച്ചിരിക്കുന്നത്, കയ്യേറിയിരിക്കുന്നത്. അവരൊക്കെ ഒഴിപ്പിക്കാൻ തന്നെ ഇവർ പറയാത്തത്. इंसानों और हाथियों के बीच होने वाली झड़पें अक्सर जानलेवा हुई हैं। सरकारी आंकड़ों के मुताबिक पिछले 2 दशकों में ऐसी घटनाओं में 47 लोगों की जान गई है। जंगली जानवरों से खतरे के कारण कई परिवारों ने अपने घर छोड़ दिए और सुरक्षित इलाकों में चले गए। जो रह गए, उनका कहना है कि वे लगातार हाथियों के खतरे के साए में जी रहे हैं, फिर भी उनका कहना है कि वे वहां से नहीं जाना चाहते। ഒത്തിരി വർഷങ്ങളായി ഞങ്ങളുടെ ആയുസ് തീർന്നു, ആരോഗ്യം തീർന്നു, മക്കളായി. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഒരു നിവൃത്തില്ല, ഞങ്ങൾ പോകത്തില്ല. വേണമെങ്കിൽ അവരുടെ ആനയെ അവർ മാറ്റി തരട്ടെ, ഞങ്ങളെങ്ങും പോകത്തില്ല. 26 വർഷമായി ഞങ്ങളുടെ ജീവിതം ഇവിടെ കിടന്ന് പോയി.
ഞങ്ങൾക്ക് അസുഖവും കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ ഇത് ഇറക്കണമെന്ന് പറയുന്നുണ്ട്. ഈ 301 കോളനി കൊടുത്തപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ എവിടെയായിരുന്നു? ഈ നേതാക്കന്മാർക്ക് അറിയത്തില്ലേ ഇത് 301 കോളനിയിൽ ഇത് ആന ഉള്ളത് ഇത് കൊടുക്കാൻ പറ്റൂല എന്ന് പറയാൻ പാടില്ലായിരുന്നു അവർക്ക്? ഞങ്ങളിപ്പോൾ ഇത്രയായി, ഞങ്ങളുടെ ജീവിതം ഇവിടെ പോയി. ഇനി ഞങ്ങൾ എങ്ങോട്ട് മാറ്റാനാ? ഞങ്ങൾ തന്നെ ഇവർ ഈ സർക്കാരിനും ഇവിടെ കിടക്കുന്ന നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും തട്ടിക്കളിക്കാൻ പറ്റിയ ആദിവാസികളാണോ ഞങ്ങൾ? स्थानीय विधायक का कहना है कि सरकार इस इलाके में बचे करीब 17 हाथियों को दूसरी जगह ले जाने के बारे में जानकारों की सलाह ले रही है। हालांकि इस काम में होने वाले खर्च और इसके असर को लेकर सवाल बने हुए हैं। 2023 में कुख्यात चावल खाने वाले हाथी अरिकोम्बन को बेहोश करके पेरियार टाइगर रिजर्व भेजा गया था। वो अक्सर चिन्नकनाल में घरों और दुकानों पर हमला करता था। हालांकि बाद में वो हाथी भटक कर पड़ोसी राज्य तमिलनाडु पहुंच गया। वहां वो कुंभम की इंसानी बस्तियों में घुस जाता था। उसे दोबारा पकड़ा गया और कलाकड़ मुंडनथुराई टाइगर रिजर्व के घने जंगल में छोड़ दिया गया। ചിന്നക്കനാലിനെ സംബന്ധിച്ച് ഇനി അവശേഷിക്കുന്ന ഈ 17 ആനകളെ ഒന്നുകിൽ പറമ്പിക്കുളം അതല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവ് അങ്ങനെയുള്ള ഭാഗത്തേക്ക് ഇതിനെ അപ്പാടെ ഇവിടെ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരെണ്ണത്തിനെ മാറ്റുന്നതിന് 50 ലക്ഷം രൂപയാണ് എങ്കിൽ 17 എണ്ണത്തിനെ മാറ്റണമെങ്കിൽ ഏതാണ്ട് ഒരു 5-8 കോടി രൂപ ചെലവ് വരുന്ന ഒന്നാണ്. പക്ഷേ ഇനി ഒരിക്കലും കാട്ടാനകളുടെ ആക്രമണം ഈ ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലകളിൽ ഉണ്ടാകാത്ത രീതിയിൽ ഈ ഇപ്പോൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഇനി അവശേഷിക്കുന്ന ആന സംഘത്തെ അവിടുന്ന് മാറ്റാനുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവമായ രീതിയിലുള്ള പഠനങ്ങളും നടക്കുന്നു. ആ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഗവൺമെന്റ് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ്. चिन्नकनाल में हर मौत के बाद विरोध प्रदर्शन, इमरजेंसी मीटिंग और मुआवजे का ऐलान होता है। फिर भी जान माल का नुकसान रोकने के लिए जमीनी स्तर पर कम ही कार्रवाई हुई है। अब 301 कॉलोनी के बस्तियों और हाथियों दोनों को ही सरकार के फैसले का इंतजार है। फैसला चाहे जो भी हो, इससे उनका भविष्य हमेशा के लिए बदल सकता है।